കൊച്ചിയിൽ കുടിവെള്ളം മുടങ്ങിയത് ഗൌരവമായി കാണണമെന്ന് ഹൈക്കോടതി. ശുദ്ധജലക്ഷാമത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പരാതിയുണ്ട്. ജല അതോറിറ്റി ഇക്കാര്യം ഗൌരവമായി കാണണം. 1.5 മാസമായി വെള്ളം കിട്ടാനില്ലെന്ന നെട്ടൂർ സ്വദേശികളുടെ ഹർജി. സുവി വിശ്വനാഥനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുവി, കുടിവെള്ളം മുടങ്ങിയത് ഗൌരവമായി കാണണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് നേരത്തെ ഏതാണ്ട് 1 മാസമായുള്ള ജലം കിട്ടാത്ത പ്രദേശത്തെ ആളുകളുടെ പരാതിയിൽ ഹർജിയിലാണോ ഇപ്പോൾ കോടതിയുടെ ഇങ്ങനെ ഒരു പരാമർശം? തീർച്ചയായും രേണുക, കഴിഞ്ഞ 1 മാസമായി കൊച്ചിയിൽ വലിയ തോതിലുള്ള കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയാണ്. അത് പ്രത്യേകിച്ചും കൊച്ചിയുടെ ഒരു റൂറൽ മേഖലകളിലാണ് ഇത്തരത്തിൽ അനുഭവപ്പെടുന്നത്. മരട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, മരട്, പശ്ചിമ കൊച്ചി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, വൈപ്പിൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. നെട്ടൂർ സ്വദേശി, നെട്ടൂരിലെല്ലാം കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. നെട്ടൂർ സ്വദേശിയാണ് കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചത്. ആ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഗൗരവമുള്ള നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിൽ കുടിവെള്ളം മുടങ്ങിയ സംഭവം ഗൗരവമേറിയ സംഭവമാണ് എന്നാണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ജല അതോറിറ്റി വിഷയം ഗൗരവത്തിൽ എടുക്കണം. പലയിടത്തും ശുദ്ധജലം കിട്ടുന്നില്ലെന്ന് പരാതിയുണ്ട്. കോടതി ഇടപെടൽ ശുദ്ധജലത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പരാതിയുണ്ട്. പലയിടത്തും ശുദ്ധജലം കിട്ടുന്നില്ല എന്ന പരാതിയുണ്ട് എന്നും കോടതി പറഞ്ഞു. ഏതായാലും ഗൗരവമേറിയ ഒരു ഇടപെടലാണ് ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന്. ഇങ്ങനെ പരാമർശങ്ങൾ അല്ലാതെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കോടതി നൽകിയിട്ടുണ്ടോ? ആരോടെങ്കിലും വിശദീകരണം തേടിയിട്ടുണ്ടോ? ഈ വിഷയത്തിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് ഈ കോടതിയുടെ ഒരു നിരീക്ഷണം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ഏതായാലും ഉണ്ടാവുകയാണ്, അത് ഗൗരവമുള്ള വിഷയമാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. സുവി വിശ്വനാഥാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പശ്ചിമ കൊച്ചിയിലെ കുടിവെള്ള വിതരണ പ്രശ്നം പരിഹരിക്കാനുള്ള ട്രയൽ റൺ പുരോഗമിക്കുമ്പോഴും പലയിടത്തും വെള്ളം ലഭിക്കുന്നില്ലെന്ന് പരാതി. ഫോർട്ട് കൊച്ചിയിൽ കൺട്രോൾ റൂം തുറന്ന് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ടെങ്കിലും മതിയായ അളവിൽ വെള്ളം ലഭിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഫോർട്ട് കൊച്ചി തുരുത്തിയിൽ നിന്ന് ഡാനി പോളിന്റെ റിപ്പോർട്ട്. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഭാഗത്ത് ഊർജിതമായി നടക്കുമ്പോഴും കൊച്ചിയുടെ ഒരു കാഴ്ച ഇതാണ്. നമ്മളുള്ളത് ഈ ഫോർട്ട് കൊച്ചിയിലെ തുരുത്തി എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ കാണുന്നതെല്ലാം തന്നെ ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഓരോ ടാങ്കും ഓരോ കുടവും ഇതെല്ലാം ഓരോ വീടുകളെയാണ് പ്രദാനം ചെയ്യുന്നത്. ഓരോരുത്തരായി രാവിലെ മുതൽ തന്നെ കാത്തിരിക്കുന്നു. അതിനുശേഷം വെള്ളം കിട്ടാതാകുമ്പോൾ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട കൺട്രോൾ റൂമിൽ ചെന്ന ആളുകൾ പറയുകയും തുടർന്ന് ഇവിടേക്ക് നിർബന്ധപൂർവ്വം അവർ ആരെങ്കിലും വാഹനത്തിൽ കയറി ഇവിടേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. ഓരോ പാത്രങ്ങളിലുമായിട്ട് നിറച്ചുവെച്ച് സൂക്ഷിക്കുന്നു. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത കുടിവെള്ള ടാങ്കർ എത്തണം. വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഓരോരുത്തരായിട്ട് കടന്നു പോകുന്നത്. ഉമ്മ, എന്താ അവസ്ഥ? പൊന്നു മക്കളെ, വയസ്സായി, ശ്വാസം മുട്ട് വന്നു. ഒരു ചീത്തള്ളണമെങ്കിലില്ല. പറഞ്ഞ 2 മാസമായി തിരുമ്പാനൊക്കെ ഒരു പാടുണ്ട്. വെല്ലുവിടത്തൊക്കെ കൊണ്ടിട്ടാണ് തിരുമ്പണത്. എന്ത് ചെയ്യും? കറണ്ട് ഗ്യാസ് 4200 ആയി. ഞമ്മ എന്ത് ചെയ്യണം? നിങ്ങൾ പറ. ഒരു ബോർവെല്ലും കൂടെ ഇല്ല. ഇതേ പള്ളിയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് വെള്ളം. എന്ത് ചെയ്യും? ശ്വാസം മുട്ട് വന്നു മനുഷ്യനിക്ക്. ആരെങ്കിലും ഒന്ന് അന്വേഷിക്കാറുണ്ടോ? എന്താണ്? ഒരാളും വന്ന് അന്വേഷിക്കാറില്ല. ആരന്വേഷിക്കാന്? ഇതാണ് കുറെ വലിയ സമരം മുഴുവനും നടത്തിയിട്ടാണ് ഇപ്പൊ ലോറിയും വെള്ളമെങ്കിലും വിടുന്നത്. ഉപദ്രവം തന്നെയാണ്. ആ ജനങ്ങൾ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല 2 മാസത്തിനിടയിൽ. ആര് തിരിഞ്ഞു നോക്കണം? അതിനെന്ത് പ്രതികരിക്കണില്ല. എപ്പോ വന്നാലും എല്ലാവരെയും കൂടെ ഞങ്ങൾ സഹകരിക്കണം. ഞങ്ങൾക്ക് ആരും പ്രതികരിക്കണില്ല. ആ മോളിലേക്ക് ഒരു കുടം വെള്ളം ഒന്ന് കയറ്റി നോക്കി. ഒരു ആണ്ടിയ വരാൻ കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. 2ാം നിലയുടെ മുകളിലോട്ടൊന്നും പൊക്കി കയറ്റാൻ പറ്റൂല. കറണ്ടിന്റെ കാശും വെള്ളത്തിന്റെ കാശും ഞങ്ങൾ കൊടുക്കണം. 2000 എന്നോട് 4000 രൂപയുടെ റീഡിങ് കറങ്ങി വരുന്നത്. ഞങ്ങൾക്കൊരാണുങ്ങളും ഇല്ല, ഒരു ഭർത്താവും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ എവിടെ നിന്ന് വെച്ചിട്ട് കൊടുക്കാനാണ്? വലിയ ഗുരുതര പ്രതിസന്ധിയാണ്. കാരണം ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്. ഈ കുടങ്ങളെല്ലാം തന്നെ ഓരോരുത്തരും അവരുടെ വീടുകളിലേക്ക് എത്തിക്കണം. കാരണം നേരത്തെ ഉമ്മ പറഞ്ഞതുപോലെ അടുത്തെങ്ങുമല്ല ഇവരെയൊന്നും വീടുകളിലേക്കെല്ലാം തന്നെ ഇത് എടുത്തുകൊണ്ട് പോകണം. ആരോഗ്യപരമായ പ്രശ്നങ്ങളും എല്ലാം തന്നെയുണ്ട്. അത് ഈ പ്രതിസന്ധികൾ പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയാവും കാരണമാകുക. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധങ്ങൾ ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ കൺട്രോൾ റൂം തുറക്കുകയും ഒപ്പം തന്നെ ഈ കുടിവെള്ളം ഇപ്പോഴെങ്കിലും ഇവിടേക്ക് കുറച്ചെങ്കിലും രീതിയിൽ ഇവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ ഫോർട്ട് കൊച്ചി മേഖലയിൽ അടക്കമുള്ള ഈ രൂക്ഷമായ പ്രതിസന്ധികൾ തുടരുകയാണ്. പാഴൂരിൽ നിന്നുള്ള പമ്പിംഗ് അത് പൂർണ്ണ സജ്ജമാകാതെ ഇവരുടെ പ്രതിസന്ധികൾക്ക് യാതൊരു കുറവും ഉണ്ടാകില്ല. അല്ലെങ്കിൽ ഇത്തരം കാഴ്ചകൾ ഈ രീതിയിൽ തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.
കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.